അധ്യായം 5 വേദപുസ്തക വ്യാഖ്യാനത്തിൻ്റെ ചരിത്രം. നോട്ട്സ് ആദ്യം എഴുതി തുടങ്ങിയോ? തിരുവെഴുത്ത് രചിക്കപ്പെട്ടതിൻ്റെ പ്രാരംഭ നാളുകൾ മുതൽ തിരുവെഴുത്ത് പഠിപ്പിക്കുക എന്നൊരു ദൗത്യം കൂടെ, തിരുവെഴുത്തുകളെ പഠിപ്പിക്കുക എന്നൊരു ദൗത്യം കൂടെ ദൈവം ജനത്തെ ഭരമേൽപ്പിച്ചിരുന്നു. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെ. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെ ഞാൻ വായിക്കാം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. നീ അവയെ അടയാളമായി നിൻ്റെ കയ്യിൽ കെട്ടേണം. അവ നിൻ്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായി ഇരിക്കണം. അവയെ നിൻ്റെ വീടിൻ്റെ കട്ടളകളിന്മേലും പടിവാതിലുകളിലും എഴുതേണം. അപ്പോൾ തിരുവെഴുത്ത് നൽകിക്കൊടുത്ത ദൈവം ഒരു ഉത്തരവാദിത്വം കൂടെ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതെന്തുവാ? ഇത് തലമുറകളെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും വേണം. ഇനി മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 28-ാം അധ്യായത്തിൻ്റെ 18 മുതൽ നമുക്കറിയാവുന്ന വാക്യ. അവിടെ നമ്മൾ എന്തോ വായിക്കുന്നേ? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പാലിക്കുവാൻ പഠിപ്പിച്ചും കൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളുവേൻ. അപ്പം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിരുന്ന അപ്പോസ്തലന്മാരോടും ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന നമ്മോടും പറഞ്ഞിരിക്കുന്നു, എന്ത് ചെയ്യണം? നിങ്ങളിത് പോയി എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. ഇനി 2 തിമോത്തിയോസ് 2:2 അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. അവിടെ എന്തോ പറയുന്നത്? നീ എന്നോട് കേട്ടതായിരിക്കുന്ന ഈ തിരുവെഴുത്തുകളെല്ലാം നീ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ നീ എന്ത് ചെയ്യണം? ഭരമേൽപ്പിക്കണം. നീ ഇത് പഠിച്ചാൽ മാത്രം പോരാ, നീ ഇത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും കൂടെ വേണം. അപ്പോൾ എൻ്റെ ആഗ്രഹം ആരാ നിങ്ങളെക്കുറിച്ചുള്ളത്? നിങ്ങളിത് പഠിച്ച പാസ്റ്റർമാരാണെന്നും പറഞ്ഞ് ഒരു വെള്ളക്കുപ്പായോ കറുത്ത കുപ്പായോ ഇട്ടിരിക്കാനല്ല ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണോ? ഇത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും വേണം. 2-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം നമുക്ക് വായിക്കാം. അതെ, അവരെ സൗമ്യതയോടെ നീ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. ഏതാ? ഈ ദൈവ വഴി വിട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ എന്ത് ചെയ്യരുത്? തള്ളിക്കളയരുത്.
കാരണം അവന് ചില ഭാഗം മനസ്സിലാവാഞ്ഞത് കൊണ്ട് അവൻ എന്ത് ചെയ്തതാ, ഇത് വിട്ടുപോയതാ. അപ്പം നീ സൗമ്യതയോടുകൂടെ എന്ത് ചെയ്യണം, അവൻ്റെ അടുക്ക ചെന്ന് ദൈവത്തിൻ്റെ വചനം അവനെ എന്ത് ചെയ്യുക, പഠിപ്പിച്ച് അവരെ നീ എന്ത് ചെയ്യണം, മടക്കി കൊണ്ടുവരണം. അപ്പോൾ ദൈവവചനം പഠിപ്പിക്കുക എന്നൊരു വലിയ ദൗത്യവും കൂടെ ദൈവം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഏൽപ്പിച്ചിട്ടുണ്ട്. 24-ാം വാക്യം എന്താ പറയുന്നത്? കർത്താവിൻ്റെ ദാസൻ കലഹിക്കുന്നവനായിരിക്കാതെ എല്ലാവരോടും ശാന്തനായി ഇടപെടുന്നവനും ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണം. അപ്പൊ ദൈവവചനം മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നൊരു വലിയ ദൗത്യം ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം കൂടെ നമുക്ക് വായിക്കാം. തീത്തോസ് 1:9. ആ ആ ആ ആ ആ ആ ശ്രദ്ധിച്ചാട്ടെ, അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്ന കൂട്ടത്തിൽ അവിടെ പറയുകയാണ്, അധ്യക്ഷനുണ്ടായിരിക്കേണ്ട ഒരു യോഗ്യതകളിൽ ഒന്ന്, അവൻ നീതിമാനായിരിക്കണം, നിർമ്മലനായിരിക്കണം, പഥ്യോപദേശത്താൽ പ്രബോധിപ്പിക്കുവാൻ അവൻ സമർത്ഥനായിരിക്കണം. സത്യോപദേശത്തെ എതിർക്കുന്നവരെ ശാസിച്ച് അവർക്ക് പഥ്യോപദേശം പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള സാമർഥ്യം അവനുണ്ടായിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ ദൈവിക ശുശ്രൂഷയിലായിരിക്കുന്ന ഏതൊരു ദൈവഭൃത്യനും ഏതൊരു വ്യക്തിയും മറ്റുള്ളവരെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കാനായിട്ട് പ്രാവീണ്യം നേടിയവനായിരിക്കണം. അതിനെന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കണം. ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ എങ്ങനെ വിഭജിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനായി കോഴ്സ് കൂടെ പഠിപ്പിക്കുന്നത് ഞാൻ. അപ്പോൾ തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ച് നമുക്ക് പഠിപ്പിക്കാൻ കഴിയണമെങ്കിൽ ഇതെങ്ങനെയാ വ്യാഖ്യാനിക്കുന്നത് നമ്മൾ അറിയണ്ടേ? അതിനു വേണ്ടിയായിരുന്നു നോക്കുന്നത്. അപ്പം ആരംഭ നാൾ മുതൽ തന്നെ ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകി തന്നതോടൊപ്പം ഒരു ദൗത്യവും കൂടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ വചനം നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരായിരിക്കണം. അപ്പോൾ എൻ്റെ ആഗ്രഹം, നിങ്ങളെല്ലാം ഒരു 3-4 സ്റ്റുഡൻസിനെ കണ്ടെത്തിയിട്ട് നിങ്ങളുടെ സഭയെന്നോ കൂട്ടായ്മയെന്നോ വീട്ടിൻ്റെ അയൽപക്കത്തുനിന്നോ ഉള്ളവരെയൊക്കെ കണ്ടെത്തിയിട്ട് നിങ്ങൾ പഠിച്ച വചനം എന്ത് ചെയ്യണം, ഇന്ന് ഞാൻ ഇതാ പഠിച്ചത് എന്ന് അവരെ എന്ത് ചെയ്യണം, പഠിപ്പിക്കണം. ഓക്കെ, തിരുവചന വ്യാഖ്യാന ചരിത്രം പഠിച്ചാൽ, എഴുതിക്കോ, നോട്ട്സ് എഴുതിക്കോ. തിരുവചന വ്യാഖ്യാന ചരിത്രം പഠിച്ചാൽ ന്യായപ്രമാണത്തിൻ്റെ ആദ്യ ഉപദേഷ്ടാവായി വന്നത് മോശയത്രേ. തിരുവചന വ്യാഖ്യാന ചരിത്രം പഠിച്ചാൽ ന്യായപ്രമാണത്തിൻ്റെ ആദ്യ ഉപദേഷ്ടാവായി വന്നത് മോശയത്രേ. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനങ്ങളെ ന്യായപ്രമാണം ആദ്യമായിട്ട് പഠിപ്പിക്കുന്ന ആരാ? മോശയാണ്. മോശയോടാ ഇതെന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. മോശയെ തുടർന്ന് മോശയെ തുടർന്ന് പുരോഹിതന്മാർ, ലേവ്യർ, ന്യായശാസ്ത്രികൾ, പരീശന്മാർ എന്നിവർ ന്യായശാസ്ത്രികൾ, പരീശന്മാർ എന്നിവർ തിരുവചന വ്യാഖ്യാന രംഗത്തേക്ക് വന്നു. അപ്പോൾ മോശയ്ക്ക് ശേഷം പിന്നെ ആരാ ഇത് ദൗത്യം ഏറ്റെടുത്തത്? പുരോഹിതന്മാർ, ലേവ്യർ, ന്യായശാസ്ത്രിമാർ, പരീശന്മാർ, ഇവരൊക്കെയാണ് പിന്നെന്ത് ചെയ്യാൻ തുടങ്ങിയത്?
മോശയുടെ കാലത്തിന് ശേഷം ന്യായപ്രമാണത്തെ വ്യാഖ്യാനിക്കാനായിട്ട് തുടങ്ങിയത്. അതുകൊണ്ടല്ലേ കർത്താവ് ഇങ്ങനെ പറയുന്നത്, എന്തുവാ പരീശന്മാർ മോശയുടെ ന്യായപീഠത്തിലിരുന്ന് എന്ത് ചെയ്യുന്നു, തിരുവചനം നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന് പറയുന്നവർക്കുണ്ടല്ലോ. അല്ലാണ്ട് മോശ ഒരു പീഠം ഉണ്ടാക്കിയെന്നല്ല എൻ്റെ അർത്ഥം. ആ ദൗത്യം, ആ ശുശ്രൂഷ അവർ ചെയ്തിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഈ വാക്യം ഒന്ന് വായിച്ചു നോക്കുകയും നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ചാട്ട്. നെഹമ്യാവ് 8:1. ആ 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 ശ്രദ്ധിച്ചാട്ടെ, പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്ന ഇസ്രയേലിന് എസ്രാ ശാസ്ത്രി എന്ത് ചെയ്യുന്നു, ന്യായപ്രമാണം വായിച്ച് കൊടുക്കുക ചെയ്യുന്നത്. 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, 4-ാം വാക്യം, 5-ാം വാക്യം, 7-ാം വാക്യം, 8-ാം വാക്യം, ഇതെല്ലാം എസ്രാ ശാസ്ത്രി ന്യായപ്രമാണം ഇസ്രയേലിന് വായിച്ച് പൊരുൾ തിരിച്ചു കൊടുക്കുന്നതാണ് കാണുന്നത്. യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷയിൽ തുടർന്ന് എഴുതിക്കോ. യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷയിൽ പരീശന്മാരും ന്യായശാസ്ത്രികളും മോശയുടെ പീഠത്തിലിരുന്ന് ജനത്തെ പഠിപ്പിച്ചിരുന്നതായി സൂചിപ്പിച്ചിരിക്കുന്നു. ആ വാക്യം എവിടെയെന്ന് ഓർമ്മയുണ്ടോ? പരീശന്മാരും ന്യായശാസ്ത്രിമാരും മോശയുടെ ന്യായപീഠത്തിലിരുന്ന് എന്ത് ചെയ്യുന്നു, ജനത്തെ പഠിപ്പിച്ചിരുന്നതായിട്ട് കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, നിങ്ങൾ അവരുടെ പ്രവൃത്തി പോലെ എന്ത് ചെയ്യരുത്, പക്ഷെ അവരുടെ ഉപദേശങ്ങളൊക്കെ നിങ്ങൾ കേട്ടോ എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കാലത്തും എന്തുകൊണ്ടായിരുന്നു, ഇങ്ങനെ ന്യായപ്രമാണത്തെ പഠിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. എഴുതിക്കോ. പ്രവാസം കഴിഞ്ഞു വന്ന യഹൂദന്മാർ ന്യായപ്രമാണ പഠനത്തിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും തിരുവചന വ്യാഖ്യാനത്തിനായി, തിരുവചന പഠനത്തിനും വ്യാഖ്യാനത്തിനുമായി സിനഗോഗുകൾ സ്ഥാപിക്കുകയും ചെയ്തു. സിനഗോഗുകൾ സ്ഥാപിക്കുകയും ചെയ്തു.
സിനഗോഗുകളിൽ ന്യായപ്രമാണം പഠിപ്പിച്ചിരുന്നത് റബ്ബിമാരായിരുന്നു. റബ്ബിമാർ എന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാർ, റബ്ബിമാരായിരുന്നു. വ്യത്യസ്ത ചിന്താഗതി പുലർത്തിയിരുന്ന ന്യായപ്രമാണ വ്യാഖ്യാന രീതി തന്നെ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് നിലനിന്നതായി കാണുവാൻ കഴിയും. അവരിൽ പ്രധാനികളായിരുന്നു റബ്ബിമാരായ കില്യോൻ, ശമ, ഗമാലിയേൽ. കില്യോൻ, ശമ, 3 ഗമാലിയേൽ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗമാലിയേലിൻ്റെ പാദപീഠത്തിങ്കൽ ഇരുന്ന് പഠിച്ചവനായിരുന്നു. പലപ്പോഴും അവരുടെ വ്യാഖ്യാനത്തിൽ അക്ഷരത്തിന് പ്രാധാന്യം കൽപ്പിച്ചിരുന്നതിനാൽ ആന്തരിക സത്യത്തെ അവർ വിട്ടുകളഞ്ഞു. അതുകൊണ്ടത്രേ യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞത്. ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു. ആകയാൽ അവർ പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്വിൻ. എന്നാൽ അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും. അവർ പറയുന്നതല്ലാതെ
ചെയ്യുന്നില്ലല്ലോ. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ. മത്തായി 23-ന്റെ 2-3 വായിക്കാത്തൊരാൾ വായിക്കേ. ആ ആ ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു. പാദപീഠത്തിൽ നിന്നുണ്ടോ? പീഠത്തിലിരിക്കുന്നു. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പാലിച്ചുകൊള്ളുവിൻ. അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും. കാരണം അവർ പറയുന്നതല്ലാതെ, അല്ലെങ്കിൽ അവർ പറയുന്നത് പ്രവർത്തിക്കുന്നില്ലല്ലോ. നല്ല മെസ്സേജൊക്കെയാ. സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും ഒക്കെ എന്ത് ചെയ്തു? അടിപൊളി പ്രസംഗിച്ചു. ഇറങ്ങി ഉടനെ വിശ്വാസിയായിട്ട് ചൂടാവുന്നതാണ് എന്ത് ചെയ്തത്? കണ്ടത്. ന്യായപ്രമാണ വ്യാഖ്യാനമൊക്കെ കറക്റ്റായിരുന്നു. പക്ഷെ എന്തില്ല? ജീവിതത്തിൽ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അവരുടെ വ്യാഖ്യാനം കറക്റ്റാ, അതുപോലൊക്കെ പ്രവർത്തിച്ചോണം, പക്ഷെ അവരുടെ പ്രവൃത്തി പോലെ എന്ത് ചെയ്യരുത്. നിങ്ങൾ നമ്മളെ നോക്കി അങ്ങനെ പറയൂ. നല്ല ദൂതാ, നല്ല ശുശ്രൂഷയാ, പക്ഷെ ജീവിതത്തിലേക്ക് മാത്രം എന്ത് ചെയ്യരുത്? നോക്കരുത്. അങ്ങനെ നമ്മളെക്കുറിച്ച് പറയൂ. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മളെക്കുറിച്ച് അത് തന്നെ ആയിരിക്കും പറയുന്നത്. എന്തുവാ? ഒരു പ്രസംഗമൊക്കെ നന്നായിരിക്കുന്നു, വ്യാഖ്യാനം അത്യുഗ്രമായിരിക്കുന്നു, A+ കൊടുക്കാം. അവരുടെ പ്രവൃത്തി മാത്രം നിങ്ങൾ എന്ത് ചെയ്യരുത്? അനുകരിക്കരുത് എന്ന് പറയും. അക്കാലത്തെ ന്യായപ്രമാണ വ്യാഖ്യാതാക്കളായിരുന്ന മോശയുടെ പീഠത്തിൽ, മോശയുടെ പീഠം എന്ന് പറയുന്നതിന് ഉദ്ദേശിക്കുന്നത് മോശയുടെ പാരമ്പര്യം, അല്ലാണ്ട് മോശ പീഠമൊന്നും ഉണ്ടാക്കിയിട്ടല്ലായിരുന്നു. ആ പൊസിഷനിൽ, ആ സ്ഥാനത്തിരിക്കുന്നവനെ ആ പീഠം എന്ന് പറഞ്ഞേക്കുന്നത്. പക്ഷെ അവരുടെ ജീവിതം അവർ പറയുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നിട്ട് കർത്താവ് തന്നോട് പറയുന്നത് ശ്രദ്ധിച്ച് അടുത്ത വാക്യം വെച്ച്, അവർ ഖനമുള്ള ചുമടുകൾ കെട്ടി മനുഷ്യരുടെ തോളിൽ വയ്ക്കുന്നു, ഒരു വിരൽ കൊണ്ടുപോലും അവയെ ഒന്ന് തൊടുവാൻ അവർക്ക് മനസ്സില്ല. നമ്മെക്കുറിച്ച് അങ്ങനെ ഒരിക്കലും കർത്താവ് പറയാനിട വരരുത്. അങ്ങനെ പറയുന്നെങ്കിൽ അയ്യോ കഷ്ടം എന്ന് നമുക്ക് പറയാനായിട്ടൊക്കത്തുള്ളൂ. എഴുതിക്കോ, ന്യായപ്രമാണത്തിലെ ഓരോ വാക്കുകൾക്കും അക്ഷരത്തിനും അവർ പ്രാധാന്യം നൽകി. ന്യായപ്രമാണത്തിലെ ഓരോ വാക്കിനും അക്ഷരത്തിനും അവർ പ്രാധാന്യം നൽകി. കൂടാതെ ന്യായപ്രമാണം വ്യാഖ്യാനിക്കുവാൻ റബിമാർക്ക് മാത്രമേ അധികാരമുള്ളൂ. ന്യായപ്രമാണം വ്യാഖ്യാനിക്കുവാൻ റബിമാർക്ക് മാത്രമേ അധികാരമുള്ളൂ എന്ന് അവർ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു പോകുന്നു. ഒരു കാലത്ത് ക്രൈസ്തവ മതത്തിലും അങ്ങനെ തന്നെയായിരുന്നു. പുരോഹിതന്മാർക്ക് മാത്രമേ ബൈബിൾ വായിക്കാനും ബൈബിൾ വ്യാഖ്യാനിക്കാനും അനുവാദമുള്ളൂ എന്ന് അവർ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ജനത്തിന് ദൈവത്തിൻ്റെ വചനത്തിൽ എന്തുവാ ഉള്ളതെന്ന് അവർക്കറിയത്തില്ല. ഇത് പുരോഹിതന്മാർക്ക് വേണ്ടി തന്ന പുസ്തകമല്ല, ഇത് നമുക്ക് എല്ലാവർക്കും തന്നതാണ്. ആർക്കും ഇത് വായിക്കാം, ആർക്കും ഇതിനെ എന്തു ചെയ്യാം? ദൈവവചന പ്രമാണത്തിനനുസരിച്ച് വ്യാഖ്യാനം ചെയ്യാം. പക്ഷേ യഹൂദ മത റബ്ബിമാർ പഠിപ്പിച്ചത് എന്തുവാണെന്നറിയാമോ? ഇല്ല, ഇത് നിങ്ങൾക്കുള്ളതല്ല, ഇത് ഞങ്ങളെപ്പോലുള്ളവർക്ക് മാത്രമാണ്. ന്യായപ്രമാണം വ്യാഖ്യാനിക്കാനായിട്ട് ഞങ്ങൾക്ക് മാത്രമേ ഇതിന് അനുവാദമുള്ളൂ. അതുകൊണ്ട് എന്തു പറ്റി? തൽഫലമായി
യഹൂദാമതം കേവലം ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒരു വേദിയായി തീർന്നു. കർത്താവിൻ്റെ ഭാഷയിൽ ആർക്കും ചുമക്കാനാവാത്ത ഘനമേറിയ ചുമടുകളുടെ സമാഹാരമായി ആർക്കും ചുമക്കുവാനാവാത്ത ഘനമേറിയ ചുമടുകളുടെ സമാഹാരമായി യഹൂദാമതം അതമ്പതിച്ചു. അതായത് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം കൊടുത്ത പ്രമാണങ്ങളെ മനുഷ്യൻ ഊതിപ്പെരുപ്പിച്ച് എന്ത് ചെയ്തെന്നറിയാമോ? മനുഷ്യയെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ഒരു വലിയ ഭാരം അവൻ്റെ മേൽ എന്ത് ചെയ്തു? ചുമത്തി. അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇങ്ങോട്ട് നോക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ഒരു കൂത്തരങ്ങായിട്ട് മാറി. എന്ന് പറഞ്ഞാൽ ഇവരങ്ങോട്ട് കൽപ്പനകൾ പെരുക്കാൻ തുടങ്ങി. മനുഷ്യന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എന്ത് ചെയ്തു? യഹൂദമതം വന്നു. ഇന്ന് അനേകരും ക്രിസ്തു സഭ, ദൈവ സഭ വിട്ടുപോകുന്നതിൻ്റെ കാര്യം അതാ. നമ്മളെന്ത് ചെയ്തിരിക്കുക? നിയമങ്ങളിങ്ങനെ കൂട്ടി വരികയാണ്. അതുകൊണ്ട് ഇത് വേണ്ട എന്ന് വെച്ച് പോവുക പലരും. ആ കാലഘട്ടത്തിലാണ് യേശു രംഗപ്രവേശം ചെയ്യുന്നതെന്ന് ഓർത്തോണം. അപ്പോൾ യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി രംഗപ്രവേശം ചെയ്യുന്ന കാലഘട്ടം ഇതായിരുന്നു. കാരണം യഹൂദാമതത്തിൻ്റെ ഘനമേറിയ ചുമടുകളെ കൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്തിരിക്കുന്നു? വശം കെട്ടിരിക്കുന്ന സമയത്താണ്. അപ്പോഴാണ് നിങ്ങൾ ഓർക്കേണ്ട, ആ വാക്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. കാരണം മതത്തിൻ്റെ ഘനമേറിയ ചുമടുകളെ കൊണ്ട് മനുഷ്യൻ പൊറുതു. ആ പശ്ചാത്തലത്തിലാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ജോലിയെടുത്ത് പണിയെടുത്തതിൻ്റെ അല്ല. ആത്മാവിന് ആശ്വാസം കിട്ടേണ്ടതിന് വേണ്ടി ചെയ്തു തീർക്കേണ്ട ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒരു നീണ്ട പട്ടിക. ശരിയല്ല, ഇന്നും അത് തന്നെ. ഇപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചെന്ന് വിചാരിക്കുക, എനിക്ക് സ്വർഗത്തിൽ പോകണം, ഞാൻ എന്തോ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മളെന്തോ പറയും? പറഞ്ഞേ, ആ ലിസ്റ്റൊക്കെ ഒന്ന് പറഞ്ഞ്. ഒരാൾ ഒന്ന് പറയാം, എനിക്ക് സ്വർഗത്തിൽ പോകണം എന്നുണ്ട് വാസന, ഞാൻ എന്തോ ചെയ്യണ്ടേ? നമ്മളെന്തോ പറയും? രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം, പിന്നെ ആരാധനയ്ക്ക് വരണം, തിരുവതാഴം എടുക്കണം, പിന്നെ കഴിഞ്ഞോ? ഇല്ലല്ലോ. സിനിമ കാണരുത്, വീഡിയോ വലിക്കരുത്, ഇല്ല, നമ്മൾ പിന്നെ ഇല്ലേ ആഭരണം ഇടരുത്. അതിപ്പോൾ ഏത് സമൂഹമാണെന്ന് വെച്ചാൽ അതനുസരിച്ച് അവരുടെ ചട്ടങ്ങൾ എന്ത് ചെയ്യുന്നു? CPM ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും എന്തോ വെള്ളയെ എടുക്കാവൂ, പിന്നെ ഞങ്ങളൊന്നും ഇരിക്കുന്നിടത്ത് നിങ്ങൾ ആരും കയറി ഇരിക്കരുത്. ഓരോ സഭകളുടെ ഇതനുസരിച്ച് എന്ത് ചെയ്തിരിക്കുന്നു? അവരുടെ ചട്ടങ്ങളെ എണ്ണം കൂടി വരികയാണ്. ഇതെല്ലാം കൂടെ കേട്ട് കഴിയുമ്പോൾ ഇയാൾ പറയും, എൻ്റെ അപ്പ എന്നെക്കൊണ്ട് ഇതെല്ലാം കൂടെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇല്ലേ? കൃത്യമായിട്ട് ദശാംശം കൊടുക്കണം,
ചില സഭകളിൽ ചെന്ന ദശാംശം തരുന്നവരുടെ പേരവിടെ എഴുതിയിട്ടിരിക്കും. അപ്പം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ വേറെ സഭകളിൽ കുറച്ചുകൂടെ എളുപ്പം ദശാംശം ആ മാസം തരാത്തവരുടെ പേരെ എഴുതിയിടുക. കേട്ടിട്ടില്ലയോ? തൃശ്ശൂർ തന്നെ ഉണ്ടെങ്കിൽ സഭകൾ ജൂലൈ മാസത്തിൽ ദശാംശം തരാത്ത ആളുകളുടെ ലിസ്റ്റ്. പാസ്റ്റർ പറയുക, അവരാരും ഇന്നത്തെ തിരുവത്താഴ് ശുശ്രൂഷയിൽ എന്ത് ചെയ്യരുത്, സംബന്ധിക്കരുത്. തൃശ്ശൂരുണ്ട്, പേരൊന്നും പറയുന്നില്ല ഞാനിപ്പം. ഇന്ന് ഈ മാസത്തെ പ്രാർത്ഥന അങ്ങനെയുള്ളവരുടെ വീടുകളിൽ ഉണ്ടായിരിക്കുന്നതല്ല. പാസ്റ്റർമാർ ഭവന സന്ദർശനത്തിനായിട്ട് വരുന്നതും അല്ല. ഘനമേറിയ ചുമടുകൾ നമ്മൾ എന്ത് ചെയ്തിരിക്കുക? കണ്ണെഴുതരുത്, പൊട്ട് തൊടരുത്, നെയിൽ പോളിഷ് ഇടരുത്. പക്ഷെ പാസ്റ്റർക്ക് എന്ത് ചെയ്യാം? മുടി കറപ്പിക്കാം. സഹോദരി നഖം ചുമപ്പിച്ച പാപം, പാസ്റ്റർ മുടി കറപ്പിച്ച കുഴപ്പമില്ല. ഘനമേറിയ ചുമടുകൾ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? വെച്ചിരിക്കുക. യഹൂദന്മാരുടെ മതത്തിൻ്റെ ചിട്ടവട്ടകൾ മനുഷ്യന് താങ്ങാനാവാത്ത രീതിയിലേക്ക് വന്നപ്പോൾ എന്തിനാ ശബത്തിൽ ഒരാളെ സൗഖ്യമാക്കിയതിന് യേശുവിനെ പിടിച്ച് ചോദ്യം ചെയ്തില്ലേ? ആഴ്ച വേറെ 6 ദിവസമില്ല, ഇതെനിക്ക് അന്നൊന്നും വന്ന് സൗഖ്യമാക്കിക്കൂടെ, ഇന്ന് തന്നെ വേണമെന്ന് ചോദിച്ചില്ലേ? അങ്ങനെ കർത്താവിൻ്റെ ഒരു വാശി ഉണ്ടായിരുന്നു. ശബത്ത് നാളിൽ ആരെയൊക്കെ സൗഖ്യമാക്കിയിട്ടുണ്ടോ അവരെ കൊണ്ട് എല്ലാം അവൻ എന്ത് ചെയ്യും? കിടക്കയും ചോദിച്ചിട്ട് നടക്കത്തുള്ളൂ. ശബത്തിന് വേണ്ടിയല്ല മനുഷ്യനെ ഉണ്ടാക്കിയത്. മനുഷ്യനൊരു ആശ്വാസവും വിശ്രമവും ലഭിക്കാൻ വേണ്ടിയാണ് ദൈവം ശബത്ത് കൽപ്പിച്ചത്. എപ്പോഴും നമ്മൾ സഭാശുശ്രൂഷയിലായിരിക്കുന്ന നാം ഒരു കാര്യം ഓർത്തോണം. നമ്മുടെ സഭയുടെ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ നല്ലത് തന്നെ, പക്ഷേ അത് ജനത്തിന് എന്തായിട്ട് മാറരുത്? ഭാരമായിട്ട് മാറരുത്. മാറിയാൽ അവരെന്ത് ചെയ്യും? അപ്പുറത്തോട്ട് മാറി, ഒന്നിൽ പിന്മാറി പോകും, അല്ലെങ്കിൽ ഇത്രയും ഇതില്ലാത്തടത്തോട്ട് പോകും. ചോദ്യം, കൽപ്പിക്കാത്തതെന്ന് പഴയ നിയമത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും എന്ത് ചെയ്തിട്ടില്ല? പുതിയ നിയമത്തിൽ എടുത്തു പറയേണ്ടി വന്നിട്ടില്ല, പറഞ്ഞിട്ടില്ല. അല്ല, യഹൂദന്മാരും ജാതികളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അല്ലെന്നേ, പഴയ നിയമത്തിലെ പല കാര്യങ്ങളും എന്ത് ചെയ്തിട്ടില്ല, പുതിയ നിയമത്തിൽ എന്ത് ചെയ്തിട്ടില്ല, ആവർത്തിച്ച് പറഞ്ഞിട്ടില്ല. കാരണം ആ ഒരു കീഴ്വഴക്കം ഓൾറെഡി അവിടെയുണ്ട്. ഒറ്റൊരു ഉദാഹരണം പറഞ്ഞേക്കാം, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞുതരാം. ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് എങ്ങനെയാ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും. ശരിക്കും അങ്ങനെയാണോ തുടങ്ങേണ്ടത്? അല്ല, ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു, അങ്ങനെയല്ലേ തുടങ്ങണ്ടേ? ഏതൊരു കഥ അല്ലെങ്കിൽ ഏതൊരു കാര്യം ആരംഭിക്കാൻ ഒരു തരത്തിലൊരു അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടായിരുന്നു എന്ന് വേണ്ട, പിന്നല്ലേ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും വിക്രിയകൾ മുഴുവൻ രേഖപ്പെടുത്തുള്ളൂ. എന്നാൽ എന്തുകൊണ്ടത് പറയേണ്ടി വന്നില്ല? ദൈവമുണ്ട് എന്നുള്ള വിശ്വാസ ഉള്ള ഒരു തലമുറയിലേക്കാണ് എന്ത് ചെയ്തിരുന്നത്? ഇത് നൽകിക്കൊടുത്തത് കൊണ്ട് ദൈവത്തിൻ്റെ ആസ്തിത്വത്തെ തെളിയിക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുപോലെ ദൈവസഭയിൽ നിലനിന്നിരുന്ന ചില ചട്ടങ്ങളും ആ സമൂഹത്തിൽ ചില ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ഉണ്ടായിരുന്നത് കൊണ്ട് അത് എടുത്തെടുത്ത് പറയേണ്ടി വന്നില്ല. എന്നാൽ ചില കാര്യങ്ങൾ എടുത്തു പറയുന്നു. ജാതികളിൽ നിന്ന് വന്നവരെ നിങ്ങൾ എന്ത് ചെയ്യരുത്? അധികം വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം എന്നിവ വർജിച്ചിരിപ്പീൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നിലനിൽക്കുന്ന കാര്യമായതുകൊണ്ട് ഇപ്പോൾ നമ്മളിവിടെ ആരും എഴുതി വയ്ക്കാറില്ല ചെരുപ്പ് പുറത്ത് എഴുതി ഇട്ടിട്ട് വേണം ആലയത്തിനകത്തേക്ക്. കാരണം ഇവിടെ എല്ലാവർക്കും അറിയാം, അമ്പലത്തിൽ പോകുന്നതിലും പള്ളിയിൽ പോകുന്നതിലും ആരും എന്ത് ചെയ്ത് അത് വീട്ടിനകത്ത് പോലും നമ്മൾ എന്ത് ചെയ്യാറില്ല. കാരണം അതൊരു നമ്മുടെ ഒരു കീഴ്വഴക്കമായതുകൊണ്ട് അതിനെക്കുറിച്ചൊരു ചട്ടം നമ്മൾ എന്ത് ചെയ്യാറില്ല, ഉണ്ടാക്കാറില്ല. എന്നാൽ ഇന്നലെ വരെ ഇല്ലാത്ത കീഴ്വഴക്കങ്ങൾ ചിലതിപ്പം നമ്മൾ തുടങ്ങിയത് കൊണ്ട് എന്ത് ചെയ്തു?
കയറുമ്പോഴേ പറയുന്നുണ്ട് സാനിറ്റൈസ് ചെയ്യ്, പേര് കൊടുക്ക്, ചൂടെത്ര നോക്കട്ടെ. കാര്യം എന്നാ? അതിനൊരു മാറ്റം വന്നതുകൊണ്ടാണ്. ഇതുകൊണ്ടാണ് പല കാര്യങ്ങളും പുതിയ നിയമസഭയിലേക്ക് എന്ത് ചെയ്യാത്തത്, എടുത്ത് പറയാത്തതിൻ്റെ കാരണം അതാണ്. ശരി, അപ്പോൾ ഒരു ചെറിയ ഒരു ഐഡിയ കിട്ടിയല്ലോ. യേശു ക്രിസ്തു ശുശ്രൂഷ ആരംഭിച്ച കാലയളവും അന്നുവരെ വ്യാഖ്യാനങ്ങളൊക്കെ നടന്നിരുന്നതൊക്കെ എന്തുവാന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ചെറിയ ഐഡിയ നമുക്ക് കിട്ടി. നാളെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്, അപ്പോൾ യേശു ക്രിസ്തുവിന് മുൻപുള്ള വ്യാഖ്യാന രീതിയൊക്കെയാണ് നമ്മൾ കണ്ടത്. ആരൊക്കെയാണ് വ്യാഖ്യാനിച്ചിരുന്നു എന്ന് കണ്ടു, ആരാ അതിൻ്റെ അവകാശവും ഒക്കെ എടുത്തിരുന്നതെന്ന് കണ്ടു. യേശു ക്രിസ്തു വന്ന് ഈ വ്യാഖ്യാനത്തെ മുഴുവൻ പൊളിച്ചെഴുതുക ചെയ്തത്. മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ കർത്താവ് പറയുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്നത്. ന്യായപ്രമാണ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്, കേട്ടിട്ടുള്ളത് ഇങ്ങനെ, പക്ഷേ ഞാനോ നിങ്ങളോട് പറയുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞ് കർത്താവ് എന്ത് ചെയ്യുന്നു? അതുവരെ ഉണ്ടായിരുന്ന ന്യായപ്രമാണ വ്യാഖ്യാന രീതിയെ കർത്താവ് എന്ത് ചെയ്യുന്നു? പൊളിച്ചെഴുതുക. നമുക്ക് നോക്കാം. പെട്ടെന്ന് നമുക്ക് അതുകൊണ്ട് വാക്യങ്ങൾ നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ വായിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. മത്തായി സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വന്നാൽ കർത്താവ് 5-ാം അധ്യായത്തിലേക്ക് വരാം. അതിൻ്റെ 17, 20 വാക്യങ്ങളൊക്കെ വായിക്കാം നമുക്ക്. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നീക്കാനല്ല, ഞാൻ നിവർത്തിക്കാനാണ് വന്നിരിക്കുന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലം നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളിയോ പുള്ളിയോ പോലും ഒരു നാളും എന്ന് പറഞ്ഞാൽ ഞാൻ ന്യായപ്രമാണത്തെ നീക്കാൻ വന്നതല്ല. ഞാൻ വന്നത് ന്യായപ്രമാണത്തെ നിവർത്തിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് പറഞ്ഞ് ശ്രദ്ധിച്ചോ. എന്നിട്ട് അതിൻ്റെ ഒരു കാര്യം പറയട്ടെ, 20-ാം വാക്യം. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കത്തില്ല. ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതി എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിലുള്ളത് അക്ഷരം പ്രതി അനുസരിക്കുക എന്നുള്ളതാണ്. കർത്താവ് പറഞ്ഞു, പക്ഷെ നിങ്ങൾ ദൈവരാജ്യത്തിൽ കിടക്കുന്ന അവരുടെ നീതിയേക്കാൾ കുറച്ചുകൂടെ കവിയണം. എന്നിട്ട് പറയുന്നു 21-ാം വാക്യം, കൊലപാതകം ചെയ്യരുത്. പുറപ്പാട് പുസ്തകം 20:13 ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കൽപ്പനയാണ്. 10 കൽപ്പനകളൊന്നാണ്. കൊലപാതകം ചെയ്യരുത് എന്നും കൊലപാതകം ചെയ്യുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. ലേവ്യ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ അത് പറയുന്നത് എന്നും പൂർവികന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതറിയാവുന്നവരോടാണ് കർത്താവ് പറയുന്നത്. ന്യായപ്രമാണം അറിയുന്ന യഹൂദനോടാണ് കർത്താവ് ഇത് പറയുന്നത്, കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, തൻ്റെ സഹോദരനോട് കോപത്തിൽ തുടരുന്നവനൊക്കെയും ന്യായവിധിക്ക് അർഹനാകും. തൻ്റെ സഹോദരനെ വെറുപ്പോടെ ആക്ഷേപിക്കുന്ന ഏവനും ന്യായാധിപ സഭയിൽ മുമ്പ് എഴുന്നേൽക്കേണ്ടി വരും. എന്നാൽ സഹോദരനെ ഹീനനെന്നോ മൂഢനെന്നോ വിളിക്കുന്നവൻ അഗ്നി നരകത്തിന് യോഗ്യനായിത്തീരും. ചുരുക്കി പറഞ്ഞാൽ എന്തുവാ? കോപിക്കുന്നത് തന്നെ, സഹോദരനോട് കോപിക്കുന്നത് തന്നെ പാപമാണ്. പിന്നല്ലേ കൊല്ലുന്നേ. പറഞ്ഞ മനസ്സിലായോ? കോപിക്കുന്നത് തന്നെ, അവനെ നിസ്സാരനെന്ന് കാണുന്നത് തന്നെ പാപമാണ്. അല്ലാതെ ന്യായപ്രമാണത്തിൽ കൊല്ലുന്നതായിരുന്നു പാപമെങ്കിൽ ഇവിടെ കോപിക്കുന്നത്. അപ്പോൾ പുതിയ നിയമസഭയിൽ എന്തില്ല? കൊല ചെയ്യരുതെന്നുള്ള പ്രമാണം അല്ല ഉള്ളത്, പകരം എന്തുവാ? കോപിക്കരുതെന്നുള്ള പ്രമാണമാണ്. ഉദാഹരണം പറയാം. ഞാൻ ഈ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതോടുകൂടി ഞാൻ ക്ലാസ് അങ്ങ് നിർത്തിയാക്കാം. പണ്ട് ഇവിടെ ബൈബിൾ സ്കൂൾ നടത്തിയിരുന്ന കാലത്ത് ഇവിടെ അടുത്ത് അന്നും ഇവിടെ ഒന്നും വീടില്ല, ഇവിടെയൊക്കെ പറമ്പുകളൊക്കെ ആയിരുന്നു, ഇഷ്ടംപോലെ പറമ്പും മാവും ഒക്കെ ഉണ്ടായിരുന്നു. ബൈബിൾ സ്കൂൾ പിള്ളേർക്ക് നമ്മളൊരു നിയമം കൊടുത്തിരുന്നു, ആരും പോയി എന്ത് ചെയ്യരുത്, മാങ്ങ പറിക്കരുത്, ദയവ് ചെയ്ത് അവരുടെ മാങ്ങ പറിക്കരുത്, ഒരു നിയമം ഉണ്ടായിരുന്നു.
ഇവരും മിടുക്കന്മാരല്ലേ, ഇവരാരും മാങ്ങ പറിക്കത്തില്ല. എപ്പോൾ ചെന്നാലും അവിടെ മാങ്ങ വീണ് കിടക്കുക. വീണ് കിടക്കുന്ന മാങ്ങയെല്ലാം പെറുക്കിയെടുത്ത് തീറ്റയാണ് ഇവരുടെ പരിപാടി. അവസാനം ഉടമസ്ഥൻ വന്ന് കംപ്ലൈൻറ്റ്, പാസ്റ്റർ പിള്ളേരെല്ലാം മുഴുവൻ അവിടെ കയറി എന്ത് ചെയ്യുന്നു നമ്മുടെ മാങ്ങ. അപ്പോൾ പിറ്റേ വർഷം ഒരു പുതിയ തീരുമാനം എടുത്തു. ആരും ആ പറമ്പിൽ പോലും എന്ത് ചെയ്യരുത്, കയറിപ്പോരുത്. ആ പറമ്പിൽ എന്ത് ചെയ്യരുത്, പ്രവേശിക്കരുത്. മാങ്ങ പറിക്കരുത് എന്നുള്ള നിയമം എന്ത് ചെയ്തു, മാറ്റി. പുതിയ നിയമം എന്തുവാ, ആ പറമ്പിൽ പ്രവേശിച്ചു പോകരുത്. വാസ്തവത്തിൽ പറമ്പിൽ പ്രവേശിക്കരുത് എന്നുള്ള പുതിയ നിയമത്തിലൂടെ എന്താ നടന്നേക്കുന്നേ, പഴയ നിയമം പൂർത്തിയാക്കപ്പെടുക ചെയ്തേ. ഏതാ, ഇപ്പോൾ പിന്നെ കംപ്ലൈൻറ്റേ ഇല്ല അയൽവാസികളുടെ നിന്ന്. അതിനാ സാറ് പറഞ്ഞിട്ടുണ്ടോടാ മാങ്ങ പറിക്കാൻ പാടില്ല എന്നുള്ളത്? ഇപ്പം പുതിയ നിയമം ഇട്ടില്ല, നിങ്ങളുടെ പറമ്പിൽ കയറരുതെന്നാണ് ഇപ്പോഴത്തെ നിയമം. അപ്പം പുതിയ നിയമത്തിലൂടെ എന്ത് ചെയ്തിരിക്കുന്നു, പഴയതിനെ നിവർത്തിച്ചിരിക്കുന്നു. അതാ കർത്താവ് പറയുന്നത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന പുതിയ നിയമത്തിലൂടെ വാസ്തവത്തിൽ എന്തുവാ സംഭവിച്ചിരിക്കുന്നത്, പഴയ നിയമം എന്ത് ചെയ്തിരിക്കുന്നു, നിവൃത്തിയാക്കപ്പെടുകയാണ് ചെയ്തത്. അതാ കർത്താവ് പറഞ്ഞത്, ഞാൻ ന്യായപ്രമാണത്തെ നീക്കാൻ വന്നതല്ല, ഞാൻ നിവർത്തിക്കാനാണ് വന്നിരിക്കുന്നത്. എപ്പോഴും ഈ കഥ ഈ സംഭവം ഒന്ന് ഓർത്താൽ മതി. ഞാൻ ന്യായപ്രമാണത്തെ നീക്കാൻ വന്നതല്ല, കർത്താവ് നൽകി തന്നിരിക്കുന്ന പുതിയ പ്രമാണത്തിലൂടെ വാസ്തവത്തിൽ നടക്കുന്നത് മുഴുവൻ എന്തുവാണെന്നറിയാമോ, ന്യായപ്രമാണത്തിൽ കർത്താവ് എന്തുദ്ദേശിച്ചോ അത് നിവൃത്തിയാക്കപ്പെടുകയാണ് ചെയ്യുന്നത് മുഴുവനും. അതുകൊണ്ട് പുതിയ നിയമവിശ്വാസിക്ക് എന്തില്ല, മാങ്ങാ പറിക്കരുത് നിയമമില്ല, പക്ഷെ ആ പറമ്പിലോട്ട് എന്ത് ചെയ്യരുത്, കയറരുത് എന്നുള്ള നിയമമാണ്. ആ നിയമത്തിലൂടെ എന്ത് സംഭവിക്കുന്നു, ഇപ്പോൾ പഴയ നിയമത്തെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു.